السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുന്ന നിഅമത്തുകൾ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, അത് നാം ആസ്വദിക്കുമ്പോൾ അപ്പോഴും നാം നന്ദിയോടുകൂടെ അവ ഓർക്കണം. റബ്ബ് നൽകിയ നിഅമത്തുകൾ അത് അല്ലാഹു തആലാക്ക് നന്മ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അതുകൊണ്ട് നാം അഹങ്കാരികളായി തീരാൻ പാടില്ല. അള്ളാഹു നമുക്ക് ധാരാളം സമ്പത്ത് നൽകി, അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് സുന്ദരമായ വീട് നൽകി, മക്കളെ നൽകി, വാഹനങ്ങൾ നൽകി, മറ്റു സുഖ സൗകര്യങ്ങൾ ഭൗതികമായ ലോകത്ത് നൽകി. ഇതുകൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കാരികളായി തീരാൻ പാടില്ല. എത്ര കൊണ്ട് നിഅമത്തുകൾ നമുക്ക് ലഭിക്കുന്നുവോ അത്ര കൊണ്ട് നാം നന്ദിയുള്ള, വിനയമുള്ള, ഇഖ്ലാസുള്ള അടിമകളായി തീരണം. ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്, ഇന്ന് എനിക്ക് നൽകിയെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റാനും എൻ്റെ റബ്ബിന് കഴിയുമെന്നുള്ള ആ ഉത്തമമായ ബോധത്തോടുകൂടെ ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. എന്നല്ല അതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, ഇതൊരാൾക്കും നശിപ്പിച്ചു കളയാൻ, ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ അഹങ്കാരം അതൊരിക്കലും ഒരു മനുഷ്യനും ഭൂഷണമല്ല. കാരണം അല്ലാഹു തആല ലോകത്ത് എന്തെല്ലാം ഒരാൾക്ക് നൽകിയിട്ടുണ്ടോ, ഏത് വ്യക്തികൾക്ക് നൽകിയിട്ടുണ്ടോ, അതെല്ലാം ഒരു വേള എടുത്തു കളയാൻ റബ്ബിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ നാം നന്ദിയുള്ളവരാണെങ്കിൽ ഇൻ ശക്കർതും ലഅസീദന്നക്കും, നിങ്ങൾ എത്ര കൊണ്ട് എന്നോട് നന്ദി കാണിക്കുന്നുവോ അത്ര കൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വല ഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കേടാണോ കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അത് വളരെ ശക്തമായതാണെന്നുള്ള താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ചിന്തിക്കുക, എത്രയെത്ര ധനാഢ്യന്മാരായ ആളുകൾ അഹങ്കാരത്തോടുകൂടെ എന്റെ സമ്പത്ത് അതിനെ മറികടക്കാൻ ലോകത്ത് ഒരാൾക്കും ഇവിടെ സാധ്യമല്ല എന്നൊക്കെ അഹങ്കരിച്ചുകൊണ്ട് നടന്നിരുന്ന എത്രയെത്ര കോടീശ്വരന്മാർ ഇന്ന് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ മറുനാടുകളിലേക്കും മറ്റുമൊക്കെ ഈ സാമ്പത്തികമായ പ്രതിസന്ധി കാരണം, എല്ലാം നശിച്ചത് കാരണം പലായനം ചെയ്യേണ്ടി വന്ന അത്ര ആളുകൾ അല്ല. നമ്മുടെയൊക്കെ നാടുകൾ, നമുക്കിടയിൽ തന്നെ വലിയ സാമ്പത്തികമായ ഉയർച്ചയിലുണ്ടായിരുന്ന ആളുകൾ, അഹങ്കരിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് അവരൊന്നുമല്ലാതെ സ്വന്തം ജീവിതത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ യാചിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഓർക്കുക, ഈ സമ്പത്തും സൗകര്യങ്ങളും സൗന്ദര്യവുമെല്ലാം എന്നും നിലനിൽക്കുന്ന ഒന്നല്ല. അതിന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നശിച്ചു പോകും, അതെല്ലാം നമ്മിൽ നിന്നും ഇല്ലായ്മയാക്കപ്പെടും എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങൾ നോക്കൂ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർതിഫിഅ ശൈഉൻ മിനദ് ദുനിയ ഇല്ലാ വദഅഹു, ഭൗതികമായ ലോകത്ത് അല്ലാഹു തആല ഏതൊരാൾക്ക് എന്തെല്ലാം വലിയ അനുഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം ഇല്ലായ്മ ചെയ്യാനും അല്ലാഹു തആലക്ക് കഴിയുമെന്നുള്ള ആ ഉത്തമമായ ബോധ്യം മനുഷ്യനുണ്ടാവണമെന്നുള്ള നിർദ്ദേശം, ആ ഒരു ഉണർത്തൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വിനയമുള്ളവരായി നമ്മളാൽ കഴിയുന്ന സഹകരണങ്ങൾ സഹജീവികൾക്ക് നൽകിക്കൊണ്ട് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വൽസ്വഭാവത്തോടുകൂടെ ജീവിക്കാൻ സാധ്യമാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. അഹങ്കാരം അതൊരിക്കലും നമ്മെ നന്മയിലേക്ക് നയിക്കുകയില്ല, നമ്മെ പടുകുഴിയിലേക്കായിരിക്കും അത് എത്തിക്കുക ഈ ഭൗതികമായ ലോകത്ത്. എന്നാൽ പാരത്രികമായ ലോകത്താണെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദററത്തിൻ മിൻ കിബ്ർ, അഹങ്കാരത്തിന്റെ അണുമണി തൂക്കം ഒരാളെ മനസ്സിലുണ്ട് എങ്കിൽ അയാൾക്ക് സ്വർഗ്ഗപ്രവേശനം തന്നെ നിഷേധിക്കപ്പെടുമെന്ന് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എപ്പോഴും വിനയമുള്ള, അവന്റെ നിഅമത്തുകൾക്കെല്ലാം നന്ദിയുള്ള സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ അടിമകൾ അല്ലാഹു നമ്മെ ചേർത്ത് വരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.